അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നും എൻ്റെ കുറച്ച് വീട്ടുവിശേഷങ്ങൾ ഒക്കെ തന്നെയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. അതായത് മോന് ജോലിയുണ്ടോ, മോക്ക് ജോലിയുണ്ടോ, മോളും അവിടെ ഇല്ലേ, അങ്ങനെയൊക്കെ കുറേ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എല്ലാവർക്കും വിശദമായിട്ടൊരു വിശദമായിട്ടൊരു റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ റിപ്ലൈ ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ വീട്ടുവിശേഷങ്ങളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചിലവർ പറയും, ഓ നിന്റെയൊക്കെ വീട്ടുവിശേഷം കേട്ടിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാന്ന് പറയും. ചിലവർ നെഗറ്റീവ് പറയുന്നവർ. പക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ അങ്ങനെ പറയാറില്ല. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് എന്നോട്. അപ്പം ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കാമെന്നും പറഞ്ഞിട്ട് എടുത്ത കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്തെ അവസ്ഥകളൊക്കെ കണ്ടോ. ഇതൊന്ന് വൃത്തിയാക്കണം. അതിനെല്ലാം മാറ്റി ഇതിനകത്ത് നിലത്തെല്ലാം എടുത്ത് മാറ്റി വെച്ചിരിക്കുവാണ്. ഇപ്പോൾ കുറേ ദിവസമായി കല്യാണത്തിരക്കൊക്കെ ആയതുകൊണ്ട് വൃത്തിയാക്കാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ആ പരിപാടി നമ്മുടെ രവിചേട്ടൻ്റെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിനകത്തുള്ള പച്ചക്കറിയൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്തൊക്കെ ഇരിപ്പുണ്ടെന്ന് തന്നെ. അപ്പം ഞാനിപ്പോൾ ഇത് അടുക്കാൻ നേരം എടുത്തപ്പോഴത്തേക്കൊന്ന് നോക്കിയതാണ്. അപ്പോൾ കുറച്ച് മത്തങ്ങയുടെ അറ്റവും പിന്നെ പച്ചമുളകോ ക്യാരറ്റും ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ കടച്ചക്ക, ഞങ്ങളുടെ കോട്ടയം സൈഡിലൊക്കെ ഇതിന് കടച്ചക്കയെന്ന് പറയും, ഇവിടെ കടപ്ലാൻ ചക്കയെന്ന് പറയും. അപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഇന്ന് എടുക്കുന്നില്ല, കാരണം ചിക്കൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെടുക്കുന്നില്ല. അപ്പം മാമ്പഴ പുളിശ്ശേരിയുണ്ട്, അത് രണ്ടും ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ എനിക്കെന്തെങ്കിലും വേണ്ടേ, ചിക്കനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു അവിയൽ വെക്കാമെന്ന്. അപ്പം അല്ലെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ അങ്ങ് പോകും. പച്ചക്കറിയുടെ തീ പിടിച്ച വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഇതൊക്കെ ചീച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു അവിയൽ വെക്കാമെന്ന്. അപ്പോൾ അവിയലിൻ്റെ ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് പയറൊരു മെഴുക്കുവരട്ടിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്ത് അവിയലിൻ്റെ ചേന കഴിഞ്ഞ ദിവസം എടുത്ത് മെഴുക്കുവരട്ടി വെച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചേന വേണ്ട, നമുക്ക് ചക്കക്കുരു ഇട്ട് വെക്കാമെന്ന് വെച്ച് ചക്കക്കുരു കുറച്ചിരിപ്പുണ്ടായിരുന്നു. അതിന് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ എത്ര എണ്ണം നല്ലതുണ്ട് ചീത്തയുണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അരിഞ്ഞെടുക്കുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിയലും മെഴുക്കുവരട്ടിയും വയ്ക്കാം. പിന്നെ മീൻ എന്തെങ്കിലും വന്നാൽ വാങ്ങിച്ച് ഞാനതിനെ ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം രാവിലെ കാപ്പുകൂടി കഴിഞ്ഞിട്ടില്ല, കാപ്പി കുടിക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രവിചേട്ടന് ചപ്പാത്തി കറിയും എനിക്ക് ദോശയും ചമ്മന്തിയാണ്. എനിക്ക് ചപ്പാത്തിയോടൊന്നും വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് എനിക്ക് ദോശയും ചമ്മന്തി മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് പാത്രം കഴുകാനായിട്ട് കിടപ്പുണ്ട്. നമ്മൾ തോടുന്നതും പിടിക്കുന്നതും എല്ലാം ജോലിയാണല്ലോ. ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ വെച്ച് കേട്ടോ. എനിക്ക് വെള്ളച്ചോറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വെള്ളച്ചോറ് വെച്ചു. രവിചേട്ടന് മറ്റേ കുത്തരിയില്ലേ, ആ ചോറും വെച്ചു. ആ രണ്ട് പണിയേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. നല്ല മഴക്കോളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ തുണിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിത് ഓൺ ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഞാനിത് ഓൺ ചെയ്തിട്ട് കുറേ നേരം ആയായിരുന്നു. പക്ഷേ വീഡിയോ പിടിക്കാൻ നേരം ഞാനിത് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവൂന്നും പറഞ്ഞ് കേൾക്കത്തില്ലേ. അതുകൊണ്ടാണ് ഇതിപ്പം നനച്ച് തീർന്നാലും വെളിയിലോട്ട് നമുക്ക് വിരിക്കാനായിട്ട് ഇതാണ്. കാരണം നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇത് കണ്ടോ, നല്ല മഴക്കോളുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ ഇവിടെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. സൂപ്പർ മഴയായിരുന്നു. മഴ മാത്രമല്ലെന്നേ, ഇടിയെന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇടിയായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇടി കേട്ടോ. എൻ്റെ അനിയത്തി ഉണ്ടല്ലോ ജയ, അവൾക്ക് അതിലും ഭയങ്കര പേടിയാണ് ഇടി എന്ന് പറയുന്ന സംഭവം. പക്ഷേ എങ്കിൽ ഇടി വരുമ്പോഴത്തേക്ക് അവൾ ഞങ്ങളെ കൊണ്ട് ഈ ഗ്ലാസ് ഇല്ലാത്ത അവിടെ വീട്ടിലൊരു മുറിയുണ്ട്. അപ്പം അവിടെ കട്ടനൊക്കെ ഉണ്ട്, അതിനകത്തിട്ട് ഞങ്ങളെ ഇരുത്തും. ഇവളുടെ ജോലിയാണ് അതൊക്കെ. പക്ഷേ കസേരയിൽ എല്ലാവരും കാല് കയറ്റി പൊക്കത്തി വെച്ചോണം. കാലങ്ങാനും താഴെ ഇരുന്നാലത്തെ അവസ്ഥ അവളുണ്ടല്ലോ, എൻ്റെ പൊന്നേ താടകയായി മാറും കാലൊക്കെ താഴെ വെച്ചുകൊണ്ടിരുന്നാൽ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നും നമുക്ക് നല്ല മഴയുണ്ട്. കണ്ടോ അന്തരീക്ഷം, കണ്ടോ ഇങ്ങനെ കിടക്കും അന്തരീക്ഷം. അപ്പം മഴ എന്തായാലും വൈകിട്ടുണ്ട്. വൈകിട്ടൊരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല മഴക്കോളാണ്. ഇന്നിപ്പോൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇത് വേനൽമഴയല്ലല്ലേ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാലവർഷം മെയ് ഇത്രയൊക്കെ ആയില്ലേ. അപ്പോൾ പിന്നെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരിക്കും. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറാകുമ്പോൾ മഴയ്ക്ക് സ്കൂള് തുറക്കുന്ന അന്ന് തന്നെ മഴ പെയ്യണം എന്ന് എന്തോ മഴയുടെ ഒരു വാശി പോലെ എപ്പോഴും പിള്ളേരെ എല്ലാം നനഞ്ഞ് അല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനല്ലേ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പം ഞങ്ങളെ ഇനി കഴിക്കട്ടെ, ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ, കഴിക്കാനായിട്ട് പോവാണ്. കഴിക്കട്ടെ, കാപ്പി കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്കൊക്കെ ഒന്ന് കടക്കാനായിട്ട്. അപ്പോൾ കഴിക്കാനൊക്കെ എടുത്ത് വെച്ച് കേട്ടോ, കഴിക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ മുറ്റത്തോട്ടിറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ മെഴുക്കുവരട്ടിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാം കൂടി ഒരു മിക്സഡ് മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവിയലിന് ഇതിനകത്തൊരു ശക്കലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മുളക് പൊടി മതി. കൂടുതലായി കഴിഞ്ഞാൽ അവിയലിന് വേറൊരു കളറായിപ്പോൾ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഈ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. പിന്നെ അവിയലിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്മിയില്ല, തേങ്ങ തിരുമാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻകാരനെ നോക്കിയിരുന്നതാ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വെട്ടണം. അപ്പം അവിയലിൻ്റെ വേഗുന്ന നേരം കൊണ്ട് നമുക്ക് മീൻ വെട്ടിയെടുത്തിട്ട് വരാം. അപ്പം മീനൊക്കെ വെട്ടിക്കഴുകിയൊക്കെ എടുത്തുകൊണ്ട് വന്ന്, മീൻ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മുട്ട ആർക്കും ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കും. അപ്പം വറക്കുന്നതിൻ്റെ കൂട്ടത്തിലിടും. അപ്പോൾ ഇത്രയും മാത്രം വറുത്താൽ മതി. ബാക്കി ഇതാ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ച്, ഇങ്ങനെ വെള്ളം വെട്ടിയിട്ടുണ്ടല്ലോ, മീൻ വെട്ടിയിട്ട് ഇങ്ങനെ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം മേടിച്ച് വെട്ടിയെടുക്കുന്ന മീൻ പോലെ ഇരിക്കും കേട്ടോ. ഈ ട്രിക്ക് അറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കുക. മീൻ വെട്ടിയിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ പോകും. അപ്പം നാളെ വേണമെങ്കിൽ നമുക്ക് ഇതെടുക്കാമല്ലോ. ഇന്നത്തേക്കിപ്പം ഇത് ധാരാളം മതിയാകും. അപ്പം നമ്മുടെ അവിയലിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ അരപ്പൊക്കെ ചേർത്താൽ മതിയാകും. അവിയലൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും പറയുന്നില്ല. പിന്നെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറയാം. ഇപ്പം ഇവിടെ മോനും മോളും ഇല്ല. അവർ 2 പേരും കൂടെ ഒരു ഹണിമൂണിന് പോയിരിക്കുവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇതെല്ലാം, പക്ഷേ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുവാണ് വരുന്നത്. അവര് സിംഗപ്പൂർ, തായ്ലൻഡ് ഒക്കെ പോയിരിക്കുവാണ്. അപ്പം അവര് ഇന്ന് ഇപ്പം രാവിലെ കോലാലംപൂർ എത്തി. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം പറഞ്ഞു കേട്ടോ, അവിടെ എത്തി എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ഏതാണ്ട് കുറച്ച് നേരത്തെ യാത്രയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തായ്ലൻഡ് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അവരുടെ കഥ. അപ്പം മോൻ എൻ്റെ മൂത്ത ആള് സൗദിയിലാണ്, കല്യാണം കഴിഞ്ഞു. ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു. എങ്കിലും ഉണ്ടല്ലോ, ഈ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ട്, അവരാന്ന് തോന്നുന്നു എനിക്ക് ഈ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നത്. കാരണം അവർ ഇടയ്ക്കിട്ട് ചാനലിൽ കാണുന്നവരാണിത്. ആദ്യം തൊട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം അറിയാനായിട്ട് പറ്റും. ഇത് ആദ്യം തൊട്ട് ചാനൽ കാണാത്തവരാണ്. ഒരു സെക്കൻഡ്. അപ്പം എനിക്ക് 2 ആൺമക്കളാണെന്ന് എല്ലാവർക്കും അറിയാലോ. എൻ്റെ 2 ആൺമക്കളാണ്. മൂത്തയാള് സൗദിയിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആള് ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നു. രവി ചേട്ടന് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സ്റ്റോർ മാനേജറായിട്ട് വർക്ക് ചെയ്താണ്. ഇപ്പോഴില്ല, ഇപ്പൊ പോകുന്നില്ല കേട്ടോ. പിന്നെയും വിളിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ദൂരോട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകണ്ട, ഇനിയിപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, ഇപ്പൊ ഇനി ഇതൊക്കെ മതി എന്നും പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ പറയും ഞാനിവിടെ പിടിച്ചു വെച്ചിരിക്കുവാന്നല്ലേ, നമുക്കൊരു കൂട്ട് വേണ്ടേ, പിള്ളേരൊക്കെ ദൂരെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കൂട്ട് വേണ്ടേ. അതുകൊണ്ട് ഞാൻ വിടുന്നില്ല, ദൂരെ ആയിട്ട് വിടുന്നില്ല. അടുത്തെങ്ങാണൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് പച്ചക്കൊടി കാണിക്കാം. ഇതിപ്പം ഞാൻ എത്തിയായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ദൂരോട്ടൊന്നും പോയി ജോലിക്ക് വിടാനുള്ള താല്പര്യം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം രണ്ടാമത്തെ ആളുടെയും നിശ്ചയം എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. മൂത്ത കുട്ടിയും വർക്ക് ചെയ്യുന്നുണ്ട്, ഈ രണ്ടാമത്തെ കുട്ടിയും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണ്, പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് മക്കളുടെ പേരൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് ആരാന്ന് ഞാനത് അത്ര ഓർക്കുന്നില്ല കേട്ടോ. ഇനി നോക്കണമെങ്കിൽ ഞാനിപ്പോൾ പോകണം, അല്ലെങ്കിൽ ഞാൻ ഒരു ബുക്കിൽ ഇത് എഴുതി വെക്കണമായിരുന്നു. പക്ഷെ അത് എഴുതിയൊന്നും വെച്ചില്ല. അപ്പം മൂത്ത ആളുടെ പേര് അനു ആർനാഥ് എന്നാണ്.
വീട്ടിൽ വിളിക്കുന്നത് നമ്മുടെ ചെല്ലപ്പേരാണ്, കിച്ചു എന്ന് വിളിക്കും. ഞാൻ വിളിക്കുന്നത് കിച്ചി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ മാത്രമേ അങ്ങനെ വിളിക്കത്തുള്ളൂ. വേറെ ആരും വിളിക്കുന്ന എനിക്ക് അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടം. സ്വാർത്ഥതയല്ലേ അമ്മമാരുടെ. പോട്ടെ, ആ വിട്ടേക്കാം നമുക്ക്. ഇപ്പൊ രണ്ടാമത് ആളുടെ പേര് അമൽ ആർനാഥ് എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് നമ്മുടെ ചെല്ലപ്പേര് സച്ചു എന്നാണ്. ഞാൻ വിളിക്കുന്നത് സച്ചപ്പ എന്നാണ്. കേട്ടല്ലോ. ഇപ്പൊ എല്ലാരും തന്നെ വ്യത്യസ്തമായിട്ടല്ലേ നമ്മൾ വിളിക്കുന്നത് അല്ലേ? അത് നമ്മുടെ അമ്മമാർ അങ്ങനെയൊക്കെയാന്നേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അതാണ് എൻ്റെ വീട്ടു വിശേഷങ്ങൾ. ഞങ്ങൾ 4 പേരുണ്ട്, 2 മക്കള്, പിന്നെ ഞങ്ങള് അച്ഛനും അമ്മയും. മനസ്സിലായല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ. അപ്പം ഇളയാള് ഇന്നലെ പോയി. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയി. മൂത്തയാളിന് ഒന്നും തീരുമാനിച്ചിട്ടില്ല. 2 മാസത്തെ ലീവുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തീരുമാനിക്കും. അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ. ഇതിനിടയ്ക്ക് നമ്മൾ അവിയലിന്റെ അരപ്പങ്ങ് ചേർത്തായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു തുള്ളി, ഒരു ശകലം, ഒരു ഉപ്പിന്റെ ഒരു ലേശം കുറവുണ്ട്. ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കും. എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ? ഇവിടെ മഴയ്ക്കുള്ള ഒരു തത്രപ്പാടിലാന്ന് തോന്നുന്നു. നന്നായിട്ട് മൂടിക്കിടക്കുവാണ്. കുളിച്ച് പിന്നെ വെയിലില്ലെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കുളിച്ചിട്ട് വന്നേ ഉള്ളേ. പക്ഷെ ഇതായത് കണ്ടോ, വിയർത്തങ്ങ് ഒഴുകുവാണ്. അടുക്കളയിലോട്ട് അങ്ങോട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ നല്ല അടിപൊളി ചൂടാണ്. അപ്പൊ അവിയലേ ഒരു ശകലം കൂടെ പറ്റാനുണ്ട്. പറ്റി വന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് അങ്ങോട്ട് ഒഴിക്കാം. കരിവേപ്പിലയും കൂടെ തൂവി കൊടുക്കാം. എനിക്കൊരു കരിവേപ്പുണ്ട്. ആ കരിവേപ്പിന്ന് പറിച്ചില്ല. അങ്ങോട്ട് പോയിട്ട് 2 കരിവേപ്പിലയും കൂടെ ഞാൻ പറിച്ചുകൊണ്ട് ഇതാ ഇപ്പം വരാവേ. അപ്പം നമ്മുടെ കരിവേപ്പിന്ന് 2 തണ്ട് കരിവേപ്പിലയെ പറിച്ചുകൊണ്ട് വന്നുള്ളൂ. ഇത് ധാരാളം മതിയല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ അതിനകത്തിരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കണം. ശകലം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മുടെ അവിയലിൻ്റെ ഹൈലൈറ്റ് അല്ലേ. കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ അവിയലെല്ലാവരും കണ്ടല്ലോ. അവിയലിൻ്റെ പരിപാടി നമ്മുടെ കഴിഞ്ഞു. നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെച്ചേക്കാം. ഇനി നമുക്കേ നമ്മുടെ മത്തി മുളകും പുരട്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് വരാം. മത്തി നമുക്ക് ഫ്രൈയും കൂടെ ചെയ്യാം. അപ്പം നമുക്ക് പിന്നെ ഇനി അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പിന്നെ ജയ എൻ്റെ സ്വന്തം അനിയത്തിയാണോ, ചേച്ചിയായിട്ട് റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. ഞങ്ങൾ 3 പേരാണ്. ഞാനാണ് ഏറ്റവും മൂത്തത്. ഇടയ്ക്കത്തെ ഒരു നടുങ്കഷ്ണമുണ്ട്, അവള് കിടങ്ങറയാണ്. ഏറ്റവും നമ്മുടെ ജയ അറിയാൻ വയ്യാത്തവരാരുമില്ല. അവള് വീട്ടിലാണ്. ഞങ്ങള് 3 പേരും. ഇപ്പൊ പിടികിട്ടിയല്ലോ എല്ലാവർക്കും. ഞങ്ങളുടെ വീട്ടിലെ ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് മീൻ എന്തായാലും വറക്കാം അല്ലേ. പിന്നെ മൂത്ത മോന്റെ പെൺകുട്ടിയുടെ വീട് തൃപ്പൂണിത്തറ. ഇതെല്ലാം ഞാൻ പറഞ്ഞ കേട്ടോ. വീണ്ടും കമന്റിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. ഇനി ഞാൻ പറയത്തില്ലേ. ഇനി പറഞ്ഞാല് ഇത് സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തല്ലും. രണ്ടാമത്തേത് പാലക്കാടാണ്. അപ്പൊ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം തൊട്ട് വീഡിയോ കാണുന്നവർക്കല്ലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ചോദിച്ചാലും കമന്റ് എനിക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതിന്റെ പേരിലാണ്. അതിനിടയിൽ ഞാൻ വന്ന് കമന്റ് റിപ്ലൈ തരാഞ്ഞത്. അപ്പൊ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പം വലിയ പാടില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ വേറെ എന്താ പറയുക, ഇതും കൂടെ വറുത്ത് കഴിഞ്ഞാൽ വേറെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കും. പണിയൊന്നും ഇല്ലെന്നല്ല, പണിയുണ്ട്. പിന്നെ നമ്മുടെ ചെടിക്ക് വളമിടേണ്ട ദിവസങ്ങളൊക്കെ അതിക്രമിച്ചു. ഇനി അതിന് പുറകെ ഒന്ന് പോണം. പക്ഷെ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇപ്പം നല്ല മഴയാണ്. ഒരു മിനിറ്റ്. വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ല മഴയാണ്.
ആ മഴ സമയത്ത് നമുക്ക് വളമിട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇടുന്ന വളം മുഴുവന് ഒലിച്ചങ്ങ് പോകും. അതുപോലെ അതിനൊക്കെ ഈ പ്രാണിയൊക്കെ വരുന്നതിനൊക്കെ ഒരു മരുന്നുണ്ട്, അത് തളിക്കേണ്ടതൊക്കെ സമയമായി. അത് ഞാൻ ഈ മഴയായതിൻ്റെ പേരിലാണ് മിണ്ടാതിരിക്കുന്നത്. മഴ വന്നു കഴിഞ്ഞാൽ നമ്മളത് തളിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മഴയില്ലാതെ നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് കേട്ടോ. അവിയൽ, മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, കുറച്ച് ചിക്കൻ്റെ ഇരിപ്പുണ്ട്. അതൊന്ന് ചൂടാക്കണം. എടുത്തിട്ട് ഇത് തണുപ്പ് മാറിയിട്ട് ചിലവർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്ന പടി ഇരുന്ന് ചൂടാക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ, അത് ചീത്തയാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്നത്തേതിനോട് കൂടി അത് അവസാനിപ്പിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രമേ നമ്മളത് ചൂടാക്കി ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ ചിക്കൻ കറി തന്നെ ആയിക്കോട്ടെ, ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ നിറച്ചുണ്ട്. ചിലവർ കാണിക്കുന്ന പരിപാടി ആദ്യം ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് മൊത്തത്തോടെ വെച്ച് ചൂടാക്കും. മൊത്തത്തോടെ വെച്ച് ചൂടാക്കിയിട്ട് അതിനകത്തുനിന്ന് എടുത്തിട്ട് ബാക്കി കൊണ്ട് പിന്നെയും ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലും അത് നിർത്തുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കറിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് എടുത്തുകൊണ്ട് വരിക, ചൂടാക്കുക. എല്ലാം കൂടിയിട്ട് ഒരിക്കലും ചൂടാക്കരുത്, അത് നല്ലതല്ല. എല്ലാവരും ഈ കാര്യം കേൾക്കണം കേട്ടോ. അത് എൻ്റെ ഒരു അപേക്ഷയാണ് വിചാരിക്കുക. അങ്ങനെ നമ്മൾ മൊത്തത്തോടെ ചൂടാക്കിയിട്ട് പിന്നെ എടുത്തത് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നത് അത് ചീത്തയാണ്. ഒരുപാട് നമ്മുടെ ശരീരത്തിനത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ മാത്രം ചെയ്യുക. അതുപോലെ എടുത്തോണ്ട് വെച്ച പാടെ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കാതിരിക്കുക. വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കുക. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.